ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മോർണിംഗ് വ്ളോഗാണേ. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആദ്യം ചോറാണ് കേട്ടോ വെക്കുക. അരി കഴുകി കുക്കറിലാക്കി രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏറെ എൻ്റെ കൂടെ എഴുന്നേറ്റ് വരാറുണ്ട്. അങ്ങനെ ആൾ അടുക്കളയിലെത്തി കേട്ടോ, എൻ്റെ കൂടെ സ്ലാബിൽ വന്നിരിക്കുവാണ്. ഈ സമയം കട്ടൻ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചോറിന് അടുപ്പത്ത് വെച്ചിട്ട് ഐറയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവലെടുക്കുവാണേ. നേരത്തെ വാങ്ങിയതിൽ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അതവൾക്ക് കൊടുത്ത് കഴിക്കാൻ. അവൾക്ക് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തത്, എന്നിട്ട് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് കലക്കാൻ എടുത്തപ്പോഴത്തേക്ക് ഐറ അവളുടെ പണി തുടങ്ങി കേട്ടോ. മാവ് അരയ്ക്കുമ്പോൾ 2 ദിവസത്തിന് കണക്കാക്കിയാണ് അരയ്ക്കാറ് കേട്ടോ. ഇന്നത്തേക്ക് ആവശ്യത്തിനെടുത്ത് ഉപ്പിട്ട് കലക്കി മാറ്റി വെച്ചു, ബാക്കി തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കി. ലഞ്ചിന് ഇന്ന് ക്യാബേജ് തോരനും ചിക്കൻ കറിയാണ് വെക്കുന്നത്. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ തോരനുള്ള ക്യാബേജും ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും തേങ്ങ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. തോരന് വേണ്ട തേങ്ങ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് ക്യാബേജ് വേകാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ക്യാബേജ് വേകുന്ന സമയം കൊണ്ട് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള കൂട്ടെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് കരുതി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു. ചിക്കൻ വലിയ പീസെല്ലാം ചെറുതായിട്ട് മുറിച്ച് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ക്യാബേജ് വെന്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ചിക്കൻ കറി കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കറിൽ വയ്ക്കുമ്പോഴത്തേക്കും ഉള്ളിയെല്ലാം വേഗം വഴണ്ട് കിട്ടും. എണ്ണ ചൂടായപ്പോൾ പട്ടയും ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റാൻ വെച്ചു. കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ട് കേട്ടോ. ഇന്നലത്തേൽ കുറച്ച് സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നേ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ദോശയ്ക്ക് സാമ്പാർ എടുക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസ് അടുപ്പിൽ സാമ്പാർ ചൂടാക്കാൻ വെച്ചു കേട്ടോ. ഉള്ളി കുറച്ച് വഴണ്ട് വന്നപ്പോഴത്തേക്കും തക്കാളിയും ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ട് കൊടുത്തു. ചിക്കൻ കറിക്ക് വേണ്ട മുളകും മല്ലിയും ബാക്കി മസാലയെല്ലാം സെപ്പറേറ്റ് ചൂടാക്കിയിട്ടാണ് കേട്ടോ കറിയിലോട്ടിടുന്നത്. കുക്കർ എനിക്ക് ചെറുതായിട്ട് പണി തന്നു കേട്ടോ. ഉള്ളി അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് കുക്കറിൽ നിന്ന് ഉള്ളിയെല്ലാം മാറ്റി സെപ്പറേറ്റ് പാനിലാക്കി മുളകെല്ലാം വറുത്ത് മിക്സാക്കി ഇട്ടു. ചിക്കനും മസാലയൊക്കെ ആഡ് ചെയ്ത് ഇളക്കി മിക്സാക്കി അടച്ചു വെച്ചു കേട്ടോ വേകാൻ വേണ്ടിയിട്ട്. ഞാൻ ചിക്കൻ കറിയിൽ മല്ലിയില പാകമായി കഴിഞ്ഞിട്ട് അവസാനമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ചിക്കൻ കറി ആവുന്ന സമയം കൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കാമെന്ന് കരുതിയേ. അല്ലെങ്കിൽ ഓരോ ജോലി കഴിയുമ്പോഴുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നൊന്നായിട്ട് എല്ലാ പാത്രവും കഴുകി ഒതുക്കി വൃത്തിയാക്കി സിങ്കെല്ലാം കഴുകി നീറ്റാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഐറ വന്ന് എന്നോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്നത്തേക്ക് വേണ്ടി മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീനായിരുന്നു. അയലയും മത്തിയും നെത്തോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. മീൻ മേടിച്ച് വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. ഐറയുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഐസ്ക്രീം. അങ്ങനെ കുറേ ഐസ്ക്രീം ബോക്സൊക്കെ നോക്കി 2 കോൺ ഐസ്ക്രീമും 1 ഫ്രൂട്ട് ഐസ്ക്രീമും മേടിച്ചു കേട്ടോ. ഐറ അങ്ങനെ ഹാപ്പിയായി. ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ആൾ കഴിക്കാൻ വേണ്ടി റെഡി ആയിരുന്നു കേട്ടോ. എൻ്റെ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ചാടുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളവിടെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഐസ്ക്രീം കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഐറയുടെ മുഖത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഐറയ്ക്ക് ഐസ്ക്രീമൊക്കെ പൊട്ടിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. 3 ഒരുമിച്ച് കൊടുത്താൽ അവളത് അപ്പം തന്നെ തീർക്കും. അതുകൊണ്ട് ഒരെണ്ണേ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി 2 ഫ്രീസറിൽ കൊണ്ടുവച്ചു. മീൻ വൈകുന്നേരം ഫുള്ള് വൃത്തിയാക്കാമെന്ന് കരുതി കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാത്രത്തിലാക്കി അതിൽ മണലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഓരോന്നും സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അത് മത്തിയും മേടിച്ചിട്ടുണ്ടായിരുന്നു, നെത്തോലിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും മീൻ മേടിക്കാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ പോകുന്ന ദിവസം 2-3 ദിവസത്തേക്ക് ആവശ്യമുള്ളത് ഒരുമിച്ച് മേടിക്കലാണ്. ഐസ്ക്രീം കുടിച്ച സന്തോഷത്തിൽ ഇവിടെ ഒരാൾ ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.